you can see the topic which is purely associated with a concept. Okay, microeconomics വളരെ important ആയിട്ടുള്ള ഒരു concept, total revenue, that is TR, then average revenue AR, and also marginal revenue or MR, right? മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ടോട്ടൽ റവന്യൂ ആൻഡ് സോ ഓൺ. ഫോർ എക്സാമ്പിൾ, ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം we can see marginal revenue which is equal to marginal cost. So microeconomics or even mathematical economics or introductory economics or managerial economics നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്സ് ആണത്. മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ. പലപ്പോഴും കുട്ടികൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ആവറേജ് റവന്യൂ ദെൻ വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആൻഡ് സോ ഓൺ. But here we need to understand the differences between these two concepts. Okay, similarly you must watch videos related to average cost, marginal cost, total fixed cost and so on, and also the relationship between average cost and marginal cost. Okay, that topic is also very, very important. Let me explain first the concept total revenue or TR. What is it? അപ്പോൾ നമുക്കൊരു 2 മാർക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ടോട്ടൽ റവന്യൂ? ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം TR. വാട്ട് ഈസ് TR? ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ which is the sum total, sum ആകെത്തുക, SUM, sum total of revenue or income or receipt, okay, received by the firm or seller or producer from selling a given amount of the product in the market. Okay, വളരെ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാവണം കേട്ടോ. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി, വെരി ഇമ്പോർട്ടൻറ്റ്. Then what do you mean by total revenue? That is, total revenue is the sum total of revenue or income. മൊത്തം വരുമാനം. Who received that income? That is, it is collected or mobilized or received by the firm, okay, or industry from selling a given amount of the product in the market. മാർക്കറ്റിൽ അവർ വിറ്റ പ്രോഡക്റ്റിൽ നിന്നും ആ ഫേം സ്വീകരിച്ച അല്ലെങ്കിൽ ഫേമിന് ലഭിച്ചിട്ടുള്ള മൊത്തം വരുമാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടൽ റവന്യൂ. ഓക്കെ, ഇപ്പോൾ യു ക്യാൻ സീ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ച് എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? കൺസ്യൂമറിനെ ഡിമാൻഡ് ചെയ്യാണ് അല്ലേ? ഡിമാൻഡ് by the consumer for a product by offering a price. Then price of the product എന്ന് പറയുമ്പോൾ ഫേമിനെ സംബന്ധിച്ച് എന്താണ്? It is the revenue to the firm or industry. ഓക്കെ, ആ ഫേമിന് അല്ലെങ്കിൽ ആ വിൽപ്പനക്കാരന് എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? എന്താ? റവന്യൂ ആണ്. Then how can we calculate total revenue? Then total revenue that can be calculated by, listen very carefully, multiplying the quantity of the commodity sold in the market with the price per unit of the commodity. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 വേരിയബിൾ മതി. ആ ഫേം എത്ര യൂണിറ്റ്സ് ഉൽപ്പന്നം അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ വിൽറ്റു, ദെൻ ഓരോ യൂണിറ്റിൻ്റെ പ്രൈസ് എത്ര. ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ദാറ്റ് സോൾഡ് ബൈ എ ഫേം. ഒരു ഫേം എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വിറ്റു. ദെൻ എത്ര ക്വാണ്ടിറ്റിയാണ് മാർക്കറ്റിൽ വിറ്റത്? ദെൻ വി ഗോട്ട് ഇറ്റ് ഈസ് 100 യൂണിറ്റ്സ് കമ്മോഡിറ്റി ദാറ്റ് സോൾഡ് ബൈ എ ഫേം. ദെൻ വാട്ട് ഈസ് ദ പ്രൈസ്? പ്രൈസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 10. ഓക്കെ, ഒരു പ്രോഡക്റ്റിന് വില എത്രയാണ്? 10 ആണ്. Then what is total revenue? That is, total revenue that is equal to P into Q. Okay, this is the formula, right? വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. Total revenue that is, P into Q. Then what is P? Price of the product. Then what is Q? The quantity of the output that sold in the market. In our example, what is the quantity? That is, 100 units that sold in the market. Then what is P? Here 10. Then in our example we can simply say total revenue is P, that is 10 into 100. എത്ര യൂണിറ്റ് എക്സ് ആണ് മാർക്കറ്റിൽ വിറ്റത്? 100 യൂണിറ്റ്സ്. Then what is total revenue? It is
1000. Okay, 10 times 100. This is very simple. Okay, now we are going to explain, what is average revenue or AR. AR or average revenue. Okay, AR indicates average revenue. That is, average revenue is the revenue or income earned per unit of the output sold. Average എന്ന് പറഞ്ഞാൽ ശരാശരിയാണ് അല്ലേ, ആവറേജ് മാർക്ക്. ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ടീച്ചർ പേപ്പർ വാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓരോ കുട്ടികൾക്ക് ഡിഫറെൻറ്റ് മാർക്സ് കിട്ടിയിട്ടുണ്ടാവും. 100ൽ 100 കിട്ടിയ കുട്ടികളുണ്ടാവാം, 50 കിട്ടിയവരുണ്ടാവാം, 10 കിട്ടിയവരുണ്ടാവാം, 0 കിട്ടിയവരൊക്കെ ഉണ്ടാവാം. ദെൻ വാട്ട് ഈസ് ദ ആവറേജ് മാർക്ക് ഓഫ് ദാറ്റ് ക്ലാസ് റൂം? ആവറേജ് മാർക്ക് എങ്ങനെ കാണാം? എല്ലാ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ദെൻ അങ്ങനെ 75 ആവറേജ് കിട്ടിയതെങ്കിൽ ആ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് എത്രയാണ്? 75. ദാറ്റ് ഈസ് ദ മാർക്ക് പെർ സ്റ്റുഡൻറ്റ്, ഇസ്ന്റ് ഇറ്റ്? അതേപോലെ ഒരു ഫേമിൻ്റെ റവന്യൂ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് അപ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ആണ് അല്ലേ, വില, സാധനത്തിൻ്റെ വില. ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ദാറ്റ് ഈസ് ദ റവന്യൂ. ഓക്കെ, ദെൻ ആവറേജ് റവന്യൂ ഈസ് ദ റവന്യൂ ഓർ ഇൻകം ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി ഓർ ഔട്ട്പുട്ട് സോൾഡ്. മാർക്കറ്റിൽ ഒരു കമ്മോഡിറ്റി സോൾഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വില, ശരാശരി വരുമാനം, അതിനെ സൂചിപ്പിക്കുന്നതാണെന്ത്? ആവറേജ് റവന്യൂ. ദാറ്റ് വി ക്യാൻ സിംപ്ലി സേ average revenue can be calculated by dividing total revenue with the quantity of the commodity sold in the market. Okay, that is, it is also very simple. We can simply say average revenue is equal to total revenue, that is TR, divided by commodity, that is quantity of the commodity or output sold in the market, that is Q. Okay, then what is total revenue. Then total revenue നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ is equal to P into Q. ഇവിടെ X എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിൻ്റെ മൊത്തം ക്വാണ്ടിറ്റി അല്ലേ, Q. That is P into Q. Similarly, we can simply write down like this. Average revenue is equal to total revenue. Total revenue ആണ് എത്രയാണ്? P into Q divided by this Q. Then ഈ 2 Q അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും Q പോകും. ദെൻ ആവറേജ് റവന്യൂ is equal to price, isn't it? Then average revenue represents price of the commodity. This is the price for the consumer, this is the revenue for the firm. ആ ഒരു പോയിന്റും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ആവറേജ് റവന്യൂ is equal to total revenue divided by Q. Now we can take a simple example. Okay, ഇവിടെ ഉപയോഗിച്ച അതേ എക്സാമ്പിൾ ഉപയോഗിക്കുകയാണ്. See, average revenue is equal to, that is total revenue divided by Q. Q എന്ന് പറഞ്ഞാൽ എന്താണ്? Quantity of the commodity sold in the market. Previous example, Q എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമ്മൾ ക്വാണ്ടിറ്റി വിറ്റത് എത്രയാണ്? 100 യൂണിറ്റ്സ് എക്സ് അല്ലെ, എക്സ് റെപ്രസെന്റ് ചെയ്യുന്ന Q. ഓക്കെ, 100 യൂണിറ്റ്സ് ആണ് വിറ്റത്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ റവന്യൂ? ടോട്ടൽ റവന്യൂ P into Q or P into X അല്ലെ, 10 into 100 is equal to 1000. ദെൻ ആവറേജ് റവന്യൂ is equal to ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എത്രയാണ്? നമുക്ക് 1000 ആണ്. ഓക്കെ, ന്യൂമറേറ്റർ 1000 വരും, ഡിവൈഡഡ് ബൈ Q. Q എന്ന് പറഞ്ഞാൽ എത്ര ഔട്ട്പുട്ടാണ് നമ്മൾ മാർക്കറ്റിൽ വിറ്റത്? എത്ര ഔട്ട്പുട്ടാണ് വിറ്റത്? 100. ഓക്കെ, ഡിനോമിനേറ്റർ എന്ത് വരും? 100. ദെൻ ഈ 0 2 0, ദെൻ ന്യൂമറേറ്റർ 2 0 നമ്മൾ കട്ട് ചെയ്തു. ദെൻ ആവറേജ് റവന്യൂ is equal to 10 by 1 is equal to 10. ഓക്കെ, ദെൻ ആവറേജ് റവന്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. Now we can explain the last concept, that is marginal revenue. Marginal revenue is the addition. Okay, this is the key word. Addition to the total revenue. TR means total revenue from selling an additional unit of output. Okay, ഞാൻ ഈ കൺസെപ്റ്റ് എല്ലാം ഒരു ടേബിൾ അതുപോലെ തന്നെ കർവ് ഫോർമാറ്റിൽ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും.
total revenue, average revenue and marginal revenue. There is a relationship between average revenue and marginal revenue. That is very, very important. Then similarly, the relationship between total revenue and marginal revenue, we will explain with a symbol diagram in the coming video. So here please understand, marginal revenue is the net addition or addition to total revenue. എപ്പോഴാണ് അഡീഷൻ വരുന്നത്? when the firm is selling an extra unit of output. ഓക്കെ, ഒരു അഡീഷണൽ യൂണിറ്റ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ആ ഫേമിന് ലഭിക്കുന്ന അഡീഷണൽ റവന്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? മാർജിനൽ റവന്യൂ. ഓക്കെ, ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും തമ്മിൽ മാറിപ്പോകരുത്. ലിസൺ വെരി വെരി കെയർഫുള്ളി. ദാറ്റ് ഈസ്, marginal revenue is the slope of the total revenue function. ഓക്കെ, ടോട്ടൽ റവന്യൂ ഫംഗ്ഷന് നിങ്ങൾക്ക് കിട്ടിയാൽ അതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എന്ത്? മാർജിനൽ റവന്യൂ. ദാറ്റ് ഈസ്, മാർജിനൽ റവന്യൂ ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങൾക്കൊരു ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അഥവാ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? മാർജിനൽ റവന്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പോയിന്റ്. ദാറ്റ് ഈസ്, marginal revenue is equal to delta TR divided by delta Q. Okay, this is the formula. Delta TR ആണ് change in total revenue on account of change in quantity of the commodity sold in the market. ഓക്കെ, മാർക്കറ്റിലെ അല്ലെങ്കിൽ കമ്പോളത്തിലെ ഒരു അഡീഷണൽ യൂണിറ്റ്, ഒരു എക്സ്ട്രാ യൂണിറ്റ് സോൾഡ് ചെയ്തപ്പോൾ ടോട്ടൽ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് സൂചിപ്പിക്കുന്നതാണെന്ത്? മാർജിനൽ റവന്യൂ. ഓക്കെ, ദെൻ ചില പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, മാർജിനൽ റവന്യൂ is equal to DTR divided by DQ. ഓക്കെ, സെയിം മീനിങ്. ചേഞ്ച് ഇൻ total revenue on account of change in a quantity of the commodity sold in the market. Okay, then simple ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ ഗ്രാഫ്, വെരി സിമ്പിൾ ഗ്രാഫ്. ദാറ്റ് ഈസ് OX. ഹിയർ യു ക്യാൻ സി ഔട്ട്പുട്ട്. then OY axis we can see revenue or price, okay, or cost. Then in the perfect competition, the curve is like this. This is the individual demand curve, where price is equal to average revenue, which is also equal to marginal revenue, which is also demand curve. Okay, then പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്? ആവറേജ് റവന്യൂ സെയിം തന്നെ ആയിരിക്കും, മാർജിനൽ റവന്യൂ സെയിം തന്നെ ആയിരിക്കും. കാരണം എന്താണ്? പ്രൈസ് ഈസ് സെറ്റ് ബൈ ദ മാർക്കറ്റ്. ഓക്കെ, പ്രൈസ് ഗിവൺ ആണ്. അത് ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു? ഫേം ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ പ്രൈസിൽ അവിടെ വിൽപ്പന നടക്കുന്നു. കോൺസ്റ്റന്റ് പ്രൈസ് ആണ്, യൂണിഫോം പ്രൈസ് ആണ്. ആവറേജ് റവന്യൂ കോയിൻസൈഡ് ഓർ ഇന്റർസെക്ട് വിത്ത് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ബട്ട് ഇതേ ഫിഗർ നമ്മളൊരു മൊണോപ്പൊളിയിൽ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. OX axis we can see quantity of output, then OY axis we can see price, or we can simply say revenue or cost. Here you can see the average revenue like this. Okay, downward sloping ആണ്. This is the average revenue. Then what about to marginal revenue? That is also downward sloping. Okay, see marginal revenue. This is the shape of marginal revenue and average revenue curves under imperfect competition. For example, monopoly or monopolistic competition like that. That is marginal revenue lies below average revenue curve. Okay, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ സിംപ്ലി സേ മാർജിനൽ റവന്യൂ ഈസ് ദ net addition or addition to the revenue or addition to the total revenue. എപ്പോഴാണ് അഡീഷൻ സംഭവിക്കുന്നത്? ഫ്രം സെല്ലിംഗ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, മാർക്കറ്റിൽ ഒരു ഔട്ട്പുട്ട് ഒന്നും കൂടി മാർക്കറ്റിൽ വിൽപ്പന നടക്കുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണെന്ത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരാണ്. ഒരു ഫംഗ്ഷൻ തന്നാൽ നമുക്ക് എങ്ങനെയാണ് മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം.
Now we can take a simple example, that is, total revenue function, that is equal to 2q cube minus 4q square plus 80q minus 30. Just find out average revenue and also marginal revenue. We know average revenue, that is equal to total revenue by q. That is average revenue is equal to 2q cube minus 4q square plus 80q minus 30 divided by q. Okay, that is 2q cube minus q വരുമ്പോൾ equal to 2q square. Okay, q cube by q എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു q പോവും, then 2q square plus 4q square by q ആണ്, then q square നിന്ന് ഒരു q പോയാൽ 4q. Okay, simple. Plus 80q by q, ഈ qയും ഈ qയും പോവും, പിന്നെ എന്താവും, plus 80 minus 30 by q, then 30 by q. This is the answer. Okay, average revenue, കാരണം ഈ q is applicable to all elements, right? Then what is marginal revenue? Marginal revenue എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ, that is delta tr by delta q. Then ഈ total revenue ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ, okay, that is tr by dq. Okay, that is equal to 2q cube എന്തായിട്ട് മാറും, 6q square. Okay, listen very carefully. 3 into 2 q raised to 3 minus 1, അതാണ് ഡിഫറൻഷിയേഷൻ റൂള്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ കേട്ടോ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഒക്കെ നമ്മൾ ധാരാളം ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. 6q സ്ക്വയർ മൈനസ് 4q സ്ക്വയർ എന്താവും, 2 into 4q raised to 2 minus 1. Okay, then 8q plus 80q എന്നുള്ളത് എന്താവും, 80. Okay, this is the derivative of the total revenue function. Okay, 6q square minus 8q plus 80. ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം, ഡിഫറൻഷിയേഷൻ്റെ റൂള്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, y is equal to x raised to n. ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, dy by dx is equal to n into x. ഓക്കെ, ഈ പവർ ഇങ്ങോട്ട് വരും, n into x raised to n minus 1. ഇതാണ് റൂള്. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ മാർജിനൽ റവന്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർജിനൽ റവന്യൂ കിട്ടും. Now we can conclude this is about total revenue, average revenue and marginal revenue. Concept നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. In the coming video we will discuss the relationship between these three concepts, that is total revenue, average revenue and marginal revenue, and we will discuss this topic with a simple table and also beautiful diagram. Okay, have a nice day, happy learning, thank you.